ജാഥയുടെ നേതാവ് ശ്രീ പി കെ കുഞ്ഞാലിക്കുട്ടി, ബഹുമാന്യനായ ശ്രീ തങ്ങൾ, നേതാക്കളെ, സഹപ്രവർത്തകരെ, സ്നേഹമുള്ള സഹോദരി സഹോദരന്മാർ, കേരള യാത്ര അങ്ങ് മഞ്ചേശ്വരത്ത് നിന്ന് ആരംഭിച്ച് കളമശ്ശേരിയിലെത്തുമ്പോൾ ഇത് ഒരു വലിയ സംഭവമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഞാൻ ജാഥയിൽ ആദ്യമായിട്ടാണ് ഒരു യോഗത്തിൽ പങ്കെടുക്കുന്നത്. പക്ഷേ ഓരോ ദിവസത്തെയും റിപ്പോർട്ടുകൾ, വിശദ വിവരങ്ങൾ, ഒരിളക്കം, ഒരു വലിയ ആവേശം ഉണ്ടാക്കിക്കൊണ്ടാണ് ജാഥ ശ്രീ കുഞ്ഞാലിക്കുട്ടി നയിച്ച് ഇവിടെ എത്തിയിരിക്കുന്നത്. കേരളീയ സമൂഹം ഇന്ന് ഏറ്റവും അധികം ആഗ്രഹിക്കുന്ന രണ്ട് മുദ്രാവാക്യങ്ങൾ: സമുദായ സൗഹാർദ്ദം, കേരളത്തിൻ്റെ വികസനം. കേരളത്തിലെ ജനങ്ങളുടെ മനസാക്ഷി തൊട്ടുരുമിക്കൊണ്ടുള്ള രണ്ട് മുദ്രാവാക്യങ്ങളാണ് കേരള യാത്രയിൽ ഇന്ന് ഉയർന്നിരിക്കുന്നത്. കേരളത്തിലെ ജനങ്ങൾ രണ്ട് കൈയും നീട്ടി ഈ ജാഥയെ സ്വീകരിച്ചിരിക്കുന്നതും അതുകൊണ്ടാണ്. മതസൗഹാർദ്ദ രംഗത്ത് മുസ്ലിം ലീഗ് വഹിച്ച പങ്ക്, അതിൽ മുസ്ലിം ലീഗിന്റെ നേതൃത്വം സ്വീകരിച്ച ദീർഘവീക്ഷണത്തോടു കൂടിയിട്ടുള്ള സമീപനം കേരളീയ സമൂഹം ഒരിക്കലും വിസ്മരിക്കത്തില്ല. എല്ലാ വിഭാഗം ആളുകളും യോജിച്ചൊന്നിച്ച് കേരളത്തെ എന്നും ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന മതസൗഹാർദ്ദം കാത്തു സംരക്ഷിക്കാൻ ആത്മാർത്ഥതയോടുകൂടി പ്രവർത്തിച്ച ഒരു പാർട്ടിയുടെ ആത്മാർത്ഥതയോടുകൂടിയിട്ടുള്ള മുദ്രാവാക്യം, അതാണ് ജനങ്ങൾ രണ്ടു കൈയും നീട്ടി സ്വീകരിച്ചിട്ടുള്ളത്. കേരളത്തിന്റെ വികസനം അത് മറ്റാരേക്കാളും അതിനെക്കുറിച്ച് സംസാരിക്കാൻ അർഹതയുള്ള ഒരു നേതാവാണ് വ്യവസായ IT വകുപ്പിന്റെ ചുമതല വഹിക്കുന്ന മന്ത്രി ശ്രീ കുഞ്ഞാലിക്കുട്ടി. ഈ സംസ്ഥാനത്തിന്റെ വികസന രംഗത്ത് ഈ രണ്ട് മുദ്രാവാക്യങ്ങളും അത് പറയാനും അതിനുവേണ്ടി യാത്ര നടത്താനും ഏറ്റവും അർഹതയോടുകൂടിയാണ് സമുദായ സൗഹാർദ്ദവും കേരളത്തിന്റെ വികസനവും ശ്രീ കുഞ്ഞാലിക്കുട്ടിയുടെ യാത്ര. അതിന് എല്ലാ സ്ഥലത്തും ലഭിച്ച വൻപിച്ച വരവേൽപ്പ് അത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ മാത്രമല്ല, കേരളീയ സമൂഹത്തിന്റെ മനസാക്ഷിയുടെ അംഗീകാരമാണ് കേരള യാത്ര നേടിയെടുത്തിട്ടുള്ളത്. എല്ലാവിധ ഭാവുകങ്ങളും ഈ ജാഥയ്ക്ക് നേരാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുന്നു. നിങ്ങളെല്ലാം കാത്തിരിക്കുന്നത് ജാഥയുടെ നേതാക്കളുടെ ശ്രീ കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള നേതാക്കന്മാരുടെ പ്രസംഗം കേൾക്കാനാണ്. ഞാൻ അതുകൊണ്ട് കൂടുതൽ സമയമെടുക്കുന്നില്ല. UDF ഗവൺമെന്റ് 5 കൊല്ലം പൂർത്തിയാക്കാൻ പോവുകയാണ്. 2 MLA-മാരുടെ ഭൂരിപക്ഷത്തോടു കൂടി തുടങ്ങിയത്. നമുക്ക് എല്ലാവരും കരുതി വെച്ച സമയം പരമാവധി 6 മാസമാണ്.
എന്നോട് പലരും ചോദിക്കും, ഈ ചെറിയ ഭൂരിപക്ഷം കൊണ്ട് തുടങ്ങി 5 കൊല്ലം പൂർത്തിയാക്കാൻ പോകുമ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള മാജിക് എന്താണ്? ഞങ്ങളുടെ കയ്യിലുള്ള മാജിക്ക് ഇത് തന്നെയാണ്. യു ഡി എഫിലെ ഐക്യം, പരസ്പര ധാരണ, പരസ്പര വിശ്വാസം. ഇന്നെന്തിനാ പ്രതിപക്ഷം യു ഡി എഫിനെ ഭയപ്പെടുന്നത്? 5 കൊല്ലം പൂർത്തിയാക്കി തെരഞ്ഞെടുപ്പിനെ നേരിടാൻ വരുമ്പോൾ എന്തെല്ലാം ആക്ഷേപങ്ങൾ, ആരോപണങ്ങൾ എല്ലാം. അതിൽ 1% ജനങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ മാർക്സിസ്റ്റ് പാർട്ടിക്ക് സുഖമായി കിടന്നുറങ്ങാമല്ലോ. തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ അംഗീകരിക്കുമല്ലോ. അവർക്ക് ഒരു ആത്മവിശ്വാസക്കുറവ്. ദിവസവും രാവിലെ പറയും യു ഡി എഫ് ഇന്ന പാർട്ടി പോരും. ഒരു പാർട്ടിയും പോയിട്ടില്ല, പോകത്തുമില്ല. യു ഡി എഫ് ഒറ്റക്കെട്ടായി തെരഞ്ഞെടുപ്പിനെ നേരിടും. ആത്മവിശ്വാസം നഷ്ടപ്പെട്ട ഒരിടതുപക്ഷം, ഒരു പ്രതിപക്ഷം, അവരുടെ സമനില തെറ്റിയുള്ള പ്രവർത്തനങ്ങളാണ് ഇന്ന് കാണുന്നത്. കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് സമാധാന ജീവിതം, വികസനവും കരുതലും. സാധാരണ ഒരു ഗവൺമെന്റ് 5 വർഷം പൂർത്തിയാകുമ്പോൾ എന്തെല്ലാം വിധത്തിലുള്ള പ്രശ്നങ്ങൾ വരും? വികസനവും കരുതലും. അത് ഈ ഗവൺമെന്റ് അക്ഷരാർത്ഥത്തിൽ ആ മുദ്രാവാക്യത്തോടെ, ആ ലക്ഷ്യങ്ങളോട് നീതി പുലർത്തി തികഞ്ഞ ആത്മവിശ്വാസത്തോടുകൂടി ഈ തെരഞ്ഞെടുപ്പിനെ യു ഡി എഫ് ഒറ്റക്കെട്ടായി നേരിടും. ഈ ഗവൺമെന്റ് തിരിച്ചു വരും. ആ രംഗത്ത് ഒരു വലിയ ജനകീയ മുന്നേറ്റമാണ് കേരള യാത്ര നടത്തിയിരിക്കുന്നത്. ഒരിക്കൽ കൂടി കേരള യാത്രയ്ക്കും കേരള യാത്രയുടെ നായകനും എല്ലാവിധ വിജയങ്ങളും നേരുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്.